എന്തടോ മാരിനെ നന്നാകാത്തെ? എനിക്ക് കിട്ടിയിട്ടും കൊടുത്തിട്ടും ഒന്നും മതിയാകുന്നില്ലേ? നമ്മളിത് പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്നവരാണ്. അപ്പം യാത്രയിലെ സ്ഥിരം യാത്രക്കാര് കാണും, അല്ലാതെ പോകുന്നവരൊക്കെ കാണും, ട്രെയിനിൽ പോകുന്നവർ കാണും, ബസ്സിൽ പോകുന്നവർ. പക്ഷെ ഇവിടെയൊക്കെ ചില ഞരമ്പ് രോഗികൾ, അങ്ങനെ തന്നെയാണ് അവരെ വിളിക്കുന്നത്. ഈ ഞരമ്പ് രോഗം ഉള്ളവർക്ക് അത് പരിസരമൊക്കെ മറന്നിട്ട് ചില സെക്ഷൽ കാര്യങ്ങളിലൊക്കെ പരസ്യമായി ചെയ്യുന്ന പ്രവണതയുണ്ട്. അത്തരത്തിലുള്ള ഒരു കേന്ദ്രനെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. സ്റ്റേഷനിലോട്ട് തുടങ്ങിയ അതിന്റെ കഴപ്പ്, സ്റ്റേഷനിൽ തൊട്ട് തുടങ്ങിയതാണ് തന്റെ കഴപ്പ്. ആ ലേഡി സഭി കെട്ടിട്ടാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ സുരക്ഷിതമായി ഇന്ന് കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് പരസ്യമായി ഈ ട്രെയിനിനകത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ശരിക്ക് കൈകാര്യം ചെയ്തത്. പക്ഷെ ഈ ലേഖനം മറ്റൊരു കഥ കൂടിയുണ്ട് പറയാൻ. തുടങ്ങിയത് പിന്നെ ആരൊന്നും മൈൻഡ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങ് ഓവറാക്കരുത്. കുറെ നേരമായി കാണട്ടോന്ന്. ഇവന്റെ മുഖം എല്ലാവരും ഒന്ന് നോക്കിക്കോണം. ചിലർക്കെങ്കിലും ചിലപ്പോൾ പരിചിതമായിരിക്കാം. കാര്യം ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഈ മഹാൻ ഈ പരിപാടിയിൽ ഏർപ്പെടുന്നത്. 2023 ഇതേ രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുകയും ഇയാൾ പിടിക്കപ്പെടുകയും കേസും അടിയും ഒക്കെ കൊണ്ടുകയാണ്. പേര് ജോർജ് ജോസഫ്. ഇദ്ദേഹത്തിന് വളരെ മാന്യതയിലാണ് ഡ്രസ്സിങ്ങും ഒക്കെ. പിന്നെ അപ്പോൾ ആരും സംശയിക്കത്തില്ല, നോക്ക് ഈ പാന്റും ഷർട്ടും ഒക്കെ നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡാണ്. പിൻ ചെയ്ത് നല്ല ഷർട്ടൊക്കെ നല്ല രീതിയിൽ ടൈ ഉണ്ടോ എന്ന് തോന്നുന്നില്ല. എന്തായാലും ശരി, ഇദ്ദേഹം ചിലപ്പോ ഒരു മെഡിക്കൽ റെപ്പോ എന്തൊക്കെയോ ആകുമ്പോഴൊക്കെ തോന്നും ആ വേഷമൊക്കെ കണ്ടിട്ട്. നല്ലൊരു ജോലി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിന് ഇന്ന് കൂടി വരികയാണ്. ഇതിന് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇവർക്കൊക്കെ ഇത്ര ബോധമില്ലാതെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സംഭവിച്ചറിയാം. നമ്മൾ ഒരു വില്ലേജ് ഓഫീസർ, അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്ന പ്രവണതയൊക്കെ പോലും ഈ വീഡിയോ പിടിച്ച് സമൂഹത്തിന് ഒരു നാണം കെട്ട പല ആൾക്കാരാണ്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇനി ഒരു പ്രവർത്തികളും എവിടെയോ ഒരു കണ്ണുണ്ട് എന്നുള്ളൊരു തോന്നലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാന്യനാണ് ഇവൻ. ഇവന് മനസ്സിലായി സംഭവം പന്തികേടാണ്. എന്തായാലും ശരി, അവിടുന്ന് വളരെ സ്കൂട്ടാകാണ്. അദ്ദേഹം അവിടെ നിന്ന് പതുക്കെ അങ്ങ് പിൻവാങ്ങുകയാണ്. അവിടെ അന്തരീക്ഷം വഷളാകുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ആശാൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ്. അവിടൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ഒരു താടി വെച്ചാൽ ഒരു പുറകിലൊരു പ്രായം തന്നെ ഒരു അച്ഛൻ ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷെ അവിടെ ആരെങ്കിലും ഇവനെ പിടിച്ചു നിർത്തി രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ടൈമാണ് ഇവന്റെ ഈ പരിപാടി. 2023 നടന്ന ഒരു സംഭവമാണ്. അത് ട്രെയിനിലാണ്. ഏകദേശം ഹിസ്കോടൊക്കെ അത് തന്നെ ഒരു വൈറ്റ് ഒരു പാൻറ്റൊക്കെ ഇട്ടാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ്. കേട്ടോ, അന്ന് ഇയാളെ പിടിച്ച് അണി കൊടുത്ത് കേസായതാണ്. അങ്ങനെ കേസും വഴക്കും ഒക്കെ ആയിട്ട് ഇയാള് ഈ പരിപാടി വീണ്ടും തുടരുകയാണ്. എല്ലാവരും ഈ മുഖം ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതുപോലുള്ള ആൾക്കാർ കയറിയാല് നമ്മുടെ സമൂഹം തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്താല് എല്ലാ പോലീസിൽ നിന്നും എല്ലാ മേഖലകളിലും ട്രെയിനിൽ വന്നിട്ട് പറ്റും. പക്ഷെ പിടിച്ചു കൊടുക്കുക അതിനകത്ത് RPF ഇതൊരു ഷട്ടിലാണ്. ചിലപ്പോൾ അതിനകത്ത് തന്നെ RPF ഒന്നും കാണാൻ വഴിയില്ല. അപ്പം ഇവനെയൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് നല്ല രണ്ടെണ്ണം കൊടുത്തു വിടുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള സൂക്കേടുകൾ നിൽക്കുള്ളൂ.
ആ പെണ്ണ് എന്തായാലും ശരി വാ കൊണ്ടേ അടിച്ചുള്ളൂ, കൈ കൊണ്ടൊന്നും ചെയ്തില്ല. അത് ഇവന്റെ ഭാഗ്യം. ഇതുപോലെയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏവരും പെങ്ങന്മാരെല്ലാം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.